എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഏത്തക്കാപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി വേർഷനായിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ എല്ലാവരും മൈദ മാവിലും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് അതിന് പകരമായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ആട്ട മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വറുത്ത അരിപ്പൊടി മതി, വറുത്തൊന്നുമില്ല. ഇപ്പം ഞാനിത് ഇവിടെ ഇതാണ് ഉള്ളത്. പിന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഏലക്കാപ്പൊടി, അത് 1/2 ടീസ്പൂൺ ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർ ജീരകം ചേർക്കും, ചിലർ ഏലക്കാപ്പൊടി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വനില എസൻസ്, അങ്ങനെയൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും സോഡാപ്പൊടി, ബേക്കിംഗ് സോഡാപ്പൊടി ചേർക്കണം നിർബന്ധമില്ല. ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, എന്ന് വെച്ചാൽ സോഡാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേരത്തില്ല. ഏതെങ്കിലും ഒന്ന് ചേർക്കുക. ഇനി വേണ്ടത് ഉപ്പ്, അതിന് മാവിനാവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാൻ സാധാരണ എല്ലാവരും വൈറ്റ് ഷുഗറാണ് ചേർക്കുന്നത്. അതിന് പകരം ഞാനിന്ന് ഇത് നീര ഷുഗർ, അതായത് കോക്കനട്ട് ഷുഗർ എന്ന് പറയുമല്ലോ, അത് 2 ടീസ്പൂൺ. ഈ ഷുഗറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അപ്പോൾ വൈറ്റ് ഷുഗറിനേക്കാളും എന്തുകൊണ്ടും ഇത് തന്നെയാണ് ഹെൽത്തി. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഗോതമ്പ് പൊടി, ഉപ്പ്, നീര ഷുഗർ, ഏലക്കാപ്പൊടി, സോഡാപ്പൊടി, ഇത്രയും ചേർത്തു. ഇനി സോഡാപ്പൊടി ഫ്ലഫിനെസ് കൂട്ടും അല്ലേ? അല്ല, നമ്മളത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കടയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റും കുറച്ചുകൂടെ നല്ല ഇതായിട്ട് വരും. മിക്സ് ചെയ്തു. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കാം. നമ്മൾ ഏത്തപ്പഴം മുക്കുമ്പോഴേ അതിൽ പിടിച്ചിരിക്കണം, ലൂസായി പോകരുത്. പിന്നെ അരിപ്പൊടി ചേർക്കുന്ന കുറച്ചുകൂടെ സ്റ്റിഫ്നെസ് കിട്ടാൻ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. ഈ നല്ല പഴുത്ത ഏത്തപ്പഴം ഞാൻ സാധാരണ നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ കുറച്ചുകൂടെ പരത്തിയല്ലേ ചെയ്യുന്നത്. ഇത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ ഫിഷ് ഫിംഗേഴ്സൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ച് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ പകുതി എടുത്തിട്ട് നടുക്കൂടെ ഇങ്ങനെ മുറിച്ചിട്ട് വേണ്ട ഈ നീളത്തിലിങ്ങനെ 3 മുറിക്കാനാണ് പോകുന്നത്. വേണ്ട ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ. കണ്ടോ, ഇങ്ങനെ ഈ ഒരു നീളത്തിൽ ചിക്കൻ ഫിംഗേഴ്സൊക്കെ ഉള്ള പോലെ ചെയ്യുകയാണ്. ഫിഷ് ഫിംഗേഴ്സ് നീളത്തിൽ, മറ്റേ പരത്തിയല്ലേ നമ്മൾ അരിയുന്നത്. ഏത്തപ്പഴം ഈ ഷേപ്പിന് മുറിച്ചതിന് ശേഷം ഞാൻ കലക്കി വച്ചിരിക്കുന്ന ഈ ഗോതമ്പിൻ്റെ മിക്സിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കും. എന്നിട്ട് ഞാൻ ഓട്സാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ വൈറ്റ് ഓട്സ്, അത് ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, വറുത്തിട്ടുമില്ല. എന്നിട്ട് നേരെ ഇതിലോട്ടിടുന്നു. നമ്മൾ ഈ KFC ചിക്കനൊക്കെ ഇങ്ങനെ ക്രംസിൽ പൊതിയത്തില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ ചെയ്യാം. കയ്യിലൊക്കെ കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും, പക്ഷെ അത് നമുക്ക് ഇനി യൂസ് ചെയ്യാവുന്നുള്ളതല്ലേ. ഇങ്ങനെ എടുക്കും, കണ്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിങ്ങനെ വറുത്തെടുക്കണം. അതുപോലെ ബാക്കി ഞാൻ കഷ്ണങ്ങൾ വറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിനുള്ളതേ ഞാനിങ്ങനെ ഓട്സ് വെച്ചിട്ടുള്ളൂ. ബാക്കി അല്ലാത്ത രീതിയിൽ തന്നെ ഞാൻ വറുത്തെടുക്കാനാണ്. ഇതൊന്ന് കാണിക്കാൻ, ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഇത് വറുത്ത് എടുക്കുമ്പോൾ നല്ല ക്രം കോട്ടിംഗ് ആയിട്ട് നല്ല രസമായിട്ടിരിക്കും. പിന്നെ കോൺഫ്ലേക്സിലും ട്രൈ ചെയ്യാവുന്നതാണ്.
പിന്നെ ഇതിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം. പാനി, തേന്, അങ്ങനെ എന്തെങ്കിലും സിറപ്പോ അല്ലെങ്കിൽ ന്യൂട്ടല്ലയൊക്കെ ഇത് നമുക്ക് മുക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടെ ചെയ്യാനുള്ളതുണ്ട്. അങ്ങനെ 3ാമത്തെയും റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ വെച്ചേക്കുകയാണ്. ഇനി ഇത് എണ്ണയിൽ വറുത്ത് പോരാം. ഇനി ബാക്കിയുള്ള ഏത്തപ്പഴം ഞാൻ നോർമലായിട്ട് സാധാരണ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി ഇട്ടേക്കുകയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കുക. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. ഇപ്പോൾ 3 എണ്ണം ഇട്ടു. ഇനി ബാക്കി സാധാരണ പോലെ ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി കാണിക്കാം. ഇനി സാധാരണ രീതിയിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതിന് 3ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ചിലർ 4ആയിട്ടൊക്കെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യും. 4ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം വളരെ തിന്നായിട്ട് ഈ ഒരു കട്ടിയിൽ. മറ്റേത് നേരെയാണ് നമ്മൾ ഫിഷ് ഫിംഗേഴ്സ് പോലെ കട്ട് ചെയ്ത്. ഇത് നീളത്തിൽ. പിന്നെ വേണമെങ്കിൽ ചരിച്ച് കട്ട് ചെയ്യാം. ഞാൻ ചായക്കടയിലൊക്കെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലൊക്കെ. ചിലർ ഫുൾ ഏത്തയ്ക്കാപ്പം മൊത്തത്തിൽ ഇത് 3ആയിട്ട് കട്ട് ചെയ്യാം. ഫുള്ളായിട്ടേ മൊത്തം ഏത്തപ്പഴം ഇങ്ങനെ നീളത്തിൽ ഒറ്റ നീളത്തിൽ മുറിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇതിടാം. ഇത് മറിച്ചിടട്ടെ. അഞ്ചാറ് മിനിറ്റായി. ഇനി ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി. നമുക്കിനി ഇത് മാറ്റാം. കണ്ടോ? അങ്ങനെ സ്പെഷ്യൽ ബനാന ഫ്രൈ അല്ലെങ്കിൽ ബനാന ഫ്രിറ്റേഴ്സ് ഏത്തയ്ക്കാപ്പം സ്പെഷ്യൽ. ഇനി അടുത്ത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഞാൻ ഇടുകയാണ്. എപ്പോഴും മൈദയിൽ ഉണ്ടാക്കുന്നതിന് പകരം ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കി നോക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേതും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ്. ഇപ്പം സ്പേസ് 3 എണ്ണേ ഉള്ളൂ ഇവിടെ. ഇതിപ്പം ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ്, പിന്നെ നമ്മൾ നീര ഷുഗറും ചേർത്തുകൊണ്ടാണ് ബ്രൗൺ കളറ്. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും. മൈദയാണെങ്കിൽ വേറെ കുറച്ചുകൂടെ. പിന്നെ മഞ്ഞൾ ചേർക്കുകയാണെങ്കിൽ മഞ്ഞ നിറത്തിൽ കുറച്ചുകൂടി. ഇത് കളറൊന്നും ഇല്ലല്ലോ. അങ്ങനെ അല്ലാതെ അരിഞ്ഞ ഏത്തയ്ക്കാപ്പവും ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബനാന ഫ്രിറ്റേഴ്സും ഏത്തയ്ക്കാപ്പവും രണ്ടും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയ്ത ഈ പ്രോസസ്സിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Ethakkappam-vlog46. ടാറ്റാ, ബൈ.